ശ്യാമ പിടഞ്ഞുകൊണ്ട് നെഞ്ചിൽ നിന്ന് മുഖം മുകളിലേക്കുയർത്തി. ജയമോഹന്റെ മുഖം മെല്ലെ മാറി അഴുകി ദ്രവിച്ച് അടർന്നുപോയ മാംസങ്ങളോടെ ഭീകരമായ ഒരു രൂപമായി മാറി. കണ്ണുകളുടെ ഭാഗത്ത് 2 കുഴികൾ. താൻ മുഖം ചേർത്ത ജയമോഹന്റെ നെഞ്ചിന്റെ ഭാഗത്ത് മാംസങ്ങളില്ലാത്ത അസ്ഥികൾ മാത്രം. കെട്ടിപ്പിടിച്ചിരിക്കുന്ന കൈകളിലും ചീഞ്ഞളിഞ്ഞ മാംസങ്ങൾ പറ്റിപ്പിടിച്ചിരിക്കുന്നു. ആ കൈക്കുള്ളിൽ കിടന്ന് ശ്യാമ പിടഞ്ഞു. അവളിൽ നിന്നും ഒരു നിലവിളി ഉയർന്നു. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സ്റ്റോറി വേൾഡ് വിത്ത് മൺകുട്ടി. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് PK ജഗദീഷിൻ്റെ ചെകുത്താൻ എന്ന കഥയാണ്. ഈ ചാനലിൽ ഇതുപോലുള്ള ഹൊറർ ത്രില്ലർ സ്റ്റോറീസാണ് പറയുന്നത്. കഥകൾ ഇഷ്ടമുള്ളവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ. ഇനി നമുക്ക് ചെകുത്താനിലേക്ക് കടക്കാം. ചെകുത്താൻ ഭാഗം 1. രാത്രി 11 മണി. ചെമ്മുരുത്തി റിസർവ് ഫോറസ്റ്റ് ഏരിയ. വിജനമായ വഴിയിലൂടെ കാർ ഓടിക്കൊണ്ടിരിക്കുന്നു. റോഡിന് ഇരുവശത്തും തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന മരങ്ങളും വള്ളിപ്പടർപ്പുകളും കുറ്റിച്ചെടികളും മാത്രം. അതുകൊണ്ട് തന്നെ പ്രദേശമാകെ ഇരുട്ടിൽ മുങ്ങിക്കിടക്കുകയാണ്. കാറിൻ്റെ ഹെഡ്ലൈറ്റിൻ്റെ പ്രകാശം മാത്രമാണ് വഴിയിലുള്ളത്. മണിക്കൂറുകളായിട്ടും ഈ വഴിയിലൂടെ ഒരു വാഹനമോ യാത്രക്കാരോ കടന്നു പോയിട്ടില്ല എന്നത് ജയമോഹനെ അത്ഭുതപ്പെടുത്തി. കാറിൻ്റെ ഡ്രൈവിംഗ് സീറ്റിലിരിക്കുന്ന ജയമോഹൻ തിരിഞ്ഞ് പുറകിലത്തെ സീറ്റിലേക്ക് നോക്കി. ശ്യാമയും മോനും നല്ല ഉറക്കത്തിലാണ്. ഉച്ച കഴിഞ്ഞപ്പോൾ പുറപ്പെട്ടതാണ്. ഷോർട്ട് കട്ട് ചോദിച്ചപ്പോൾ ഒരാൾ പറഞ്ഞു കൊടുത്തതാണ് ഈ വഴി. പെട്ടെന്നെത്താമെന്ന ഉദ്ദേശത്തിലാണ് ഇതുവഴി വന്നത്. മണിക്കൂറുകളായിട്ടും കാടിനിടയിലൂടെയുള്ള യാത്രയാണ്. ഈ വഴിയിൽ ഒരു മനുഷ്യജീവിയെ പോലും കാണാനില്ല. ആകെ ഭീകരമായ അന്തരീക്ഷം. ഇതുവഴി വരേണ്ടിയിരുന്നില്ല എന്ന് തോന്നി ജയമോഹന്. പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്ന വഴിയിലൂടെ മുൻപോട്ട് പോകുന്തോറും വഴിയുടെ വീതി കുറഞ്ഞ് വരുന്നതായി ജയമോഹൻ കണ്ടു. പെട്ടെന്ന് ഹെഡ്ലൈറ്റിൻ്റെ വെളിച്ചത്തിൽ അകലെ വഴിയിലൂടെ എന്തോ നടന്നു നീങ്ങുന്നത് ജയമോഹൻ കണ്ടു. കാർ അടുത്തെത്തിയിട്ടും ഹോൺ അടിച്ചിട്ടും ആ രൂപം വഴിയുടെ മധ്യത്തിൽ കൂടി പോവുകയാണ്. വല്ല കരടിയും മറ്റുമാണോ? ജയമോഹന് പേടി തോന്നി. ആനയും പുലിയും മറ്റ് ഹിംസ്ര ജന്തുക്കളും ഉള്ള കാടാണോ ഇത്? ജയമോഹൻ കാർ ആ രൂപത്തിൻ്റെ തൊട്ടു പുറകിലായി നിർത്തി. ജയമോഹൻ മുൻപോട്ട് നീങ്ങുന്ന ആ രൂപത്തെ കാറിൻ്റെ ഫ്രണ്ട് ഗ്ലാസ്സിലൂടെ സൂക്ഷിച്ചു നോക്കി. അതേ നിമിഷം മുൻപോട്ട് നടന്നുകൊണ്ടിരുന്ന ആ രൂപം മെല്ലെ തിരിഞ്ഞു. കരിമ്പടം കൊണ്ട് തലവഴി മൂടി പുതച്ച ഒരു മനുഷ്യനാണ് എന്ന് അപ്പോഴാണ് ജയമോഹന് മനസ്സിലായത്. തലയിൽ നിന്നും കരിമ്പടം മാറ്റി ആ മനുഷ്യൻ പ്രായാധിക്യത്താൽ ചുക്കിച്ചുളിഞ്ഞ വികൃതമായ മുഖമുള്ള ഒരാൾ. പക്ഷേ അയാളുടെ കണ്ണുകൾക്ക് തീക്ഷ്ണത കൂടുതലായി തോന്നി. എന്തോ ആകർഷണ ശക്തി ഉള്ളതുപോലെ. ഈ വിജനമായ കാടിനുള്ളിൽ ഇയാൾ എങ്ങനെ വന്നു? അതും പ്രായത്തിൻ്റെ അവശതയാൽ കൂനിക്കൂടി നടക്കുന്ന ഇയാൾ, അതും ഈ രാത്രിയിൽ. ഒരുപാട് ചോദ്യങ്ങൾ സംശയങ്ങളായി ഉള്ളിലുയർന്നു. അയാൾ കൂനി നടന്ന് കാറിനടുത്തേക്ക് വന്നു. കാറിൻ്റെ സൈഡ് ഗ്ലാസിൻ്റെ അടുത്ത് വന്നു നിന്ന് അകത്തേക്ക് നോക്കി. കൈകൊണ്ട് ഗ്ലാസ് താഴ്ത്തുവാൻ ആംഗ്യം കാണിച്ചു. ജയമോഹൻ ഒന്ന് സംശയിച്ചു. വിജനമായ കാട്ടുപ്രദേശം, പരിചയമില്ലാത്തൊരാൾ. തൻ്റെ കാറിനുള്ളിൽ ഭാര്യയും കുഞ്ഞും. എന്ത് ചെയ്യണം? ഒന്ന് സംശയിച്ച ശേഷം ഒരു തീരുമാനത്തിലെത്തി. ഇയാൾക്ക് ഈ പ്രദേശത്തെക്കുറിച്ച് കൂടുതൽ അറിയാമെങ്കിൽ, മുൻപോട്ട് എത്ര ദൂരം പോയാൽ കണ്ണാടിപ്പുറത്തെത്താം എന്നറിയാമെങ്കിലോ? അതൊരാശ്വാസമായിരിക്കും. ജയമോഹൻ ഗ്ലാസ് മെല്ലെ താഴ്ത്തി. പുറത്തുനിന്ന അയാളുടെ കരിമ്പടത്തിൽ നിന്നും പഴകിയ തുണിയിൽ നിന്നും വരുന്ന പോലുള്ള മണം വരുന്നുണ്ടായിരുന്നു. അയാൾ മുഖം താഴ്ത്തി ജയമോഹനെ നോക്കി. നിങ്ങൾ ഈ വഴി എവിടെ പോകുന്നു? അയാളുടെ വിറയാർന്ന പരുക്കൻ ശബ്ദത്തിൽ ചോദിച്ചു. കണ്ണാടിപ്പുരത്തിന് പോകുവാൻ എളുപ്പവഴിക്ക് വന്നതാണ്. പക്ഷേ ഈ വഴിക്ക് ഒരു മനുഷ്യജീവിയെ പോലും കാണുന്നില്ല, ജയമോഹൻ പറഞ്ഞു. ഈ വഴിയിൽ ഉരുൾപൊട്ടി വഴി തടസ്സപ്പെട്ട് കിടക്കുകയാണ്. കാറുമായി പോകുവാൻ കഴിയില്ല. ഈ വഴിയിൽ ഇത് പതിവാണ്. രാവിലെ ആളുകളെത്തി മണ്ണ് മാറ്റി വഴി സഞ്ചാരയോഗ്യമാക്കും. ആ വൃദ്ധരൂപത്തിൻ്റെ വാക്കുകൾ കേട്ട് ജയമോഹൻ അങ്കലാപ്പിലായി. അത് മനസ്സിലാക്കി അയാൾ പറഞ്ഞു, ഇവിടെ നിന്നും കുറച്ച് മുൻപോട്ട് പോയി കഴിഞ്ഞാൽ ഒരിടത്തേക്കൊരു വഴി കാണാം. അതുവഴി കുറച്ച് മുൻപോട്ട് പോയാൽ പുരാതനമായ ഒരു കെട്ടിടം കാണാം. രാത്രിയിൽ ഇതുവഴി വരുന്നവർ വിശ്രമിക്കുന്ന സ്ഥലമാണ്.
ടിപ്പുവിൻ്റെ പടയോട്ടം കാലത്ത് നിർമ്മിച്ചതാണ്. അവിടെ രാത്രി വിശ്രമിച്ച് രാവിലെ പോയാൽ മതി. ഇവിടെ നിന്നും 11 കിലോമീറ്റർ കൂടിപ്പോയാൽ നിങ്ങൾ പറയുന്ന കണ്ണാടിപുരത്തെത്തും. അതുകൊണ്ട് തിരിച്ചു പോകുന്നത് ബുദ്ധിയല്ല. അയാൾ കാറിൻ്റെ പുറകിലിരിക്കുന്ന ശ്യാമയെയും മോനെയും നോക്കിക്കൊണ്ട് പറയുന്നത് ജയമോഹൻ ശ്രദ്ധിച്ചു. ഞാൻ കാണിച്ചു തരാം പറഞ്ഞിട്ട് അയാൾ കൂനിക്കൂനി മറുഭാഗത്തെത്തി മുൻവശത്തെ ഡോർ തുറന്ന് അകത്തേക്ക് കയറിയിരുന്നു. ജയമോഹനെ നോക്കി. പോകാം. കാറ് മുൻപോട്ടെടുത്തു. കാറിനുള്ളിലെ തണുപ്പ് വർദ്ധിച്ചിട്ടുണ്ടെന്ന് ജയമോഹന് തോന്നി. അയാൾ AC കുറച്ചിട്ടു എങ്കിലും പഴയ തണുപ്പ് ഇപ്പോഴുമുണ്ട്. ഇതാരാ ജയേട്ടാ? പുറകിൽ നിന്നും ശ്യാമയുടെ ചോദ്യം. അവൾ ഉണർന്നു. ഫ്രണ്ടിൽ വെച്ചിരിക്കുന്ന ഗ്ലാസ്സിലൂടെ മുൻപിലിരിക്കുന്ന ആളിൻ്റെ മുഖം ശ്യാമയ്ക്ക് കാണാമായിരുന്നു. ജയമോഹൻ കാര്യങ്ങൾ പറഞ്ഞു. ഇനി എന്തു ചെയ്യും? അറിയാത്ത ഒരു സ്ഥലത്ത്, അതും ഈ കാട്ടുപ്രദേശത്ത് എങ്ങനെ ഒരു രാത്രി കഴിയും? ശ്യാമ ആശങ്കയോടെ ചോദിച്ചു. അല്ലാതെ മുന്നോട്ട് പോകുവാൻ വേറെ മാർഗമില്ല ശ്യാമേ. ഒരു രാത്രിയുടെ കാര്യമല്ലേ ഉള്ളൂ, പേടിക്കണ്ട. അപ്പോൾ 3 വഴികൾ തിരിയുന്ന ഒരു ഭാഗത്തെത്തി കാർ. ജയമോഹൻ വൃദ്ധനെ നോക്കി. അയാൾ കൈകൊണ്ട് ഇടത്തേക്ക് ആംഗ്യം കാണിച്ചു. ജയമോഹൻ ഇടത്തേക്കുള്ള വഴിയെ കാർ തിരിച്ചു. ഇടുങ്ങിയതും ചെളി നിറഞ്ഞതുമായ മൺപാതയായിരുന്നു അത്. കുറച്ച് മുൻപോട്ടോടിയപ്പോൾ കണ്ടു തലയുയർത്തി നിൽക്കുന്ന ഒരു 2 നില കെട്ടിടം. പഴമ വിളിച്ചോതുന്ന ഓടുപാകിയ കെട്ടിടം ഒരു കോവിലകം പോലെ തോന്നിച്ചു. മുറ്റത്ത് കാർ നിർത്തി വൃദ്ധൻ ഇറങ്ങി. പുറത്ത് നല്ല തണുപ്പുണ്ട്. കരിമ്പടം കൊണ്ട് അയാൾ തല മൂടി. ശ്യാമ ഉറങ്ങുന്ന കുട്ടിയെയും എടുത്ത് പുറത്തിറങ്ങി. ഒപ്പം ജയമോഹനും. മുറ്റം കരികിലകൾ കൊണ്ട് നിറഞ്ഞു കിടക്കുന്നു. പുല്ലുകളും പായലുകളും അവിടവിടെയായി വളർന്നു നിൽക്കുന്നു. മനുഷ്യവാസമില്ലാത്ത സ്ഥലം പോലെ. അത് മനസ്സിലാക്കിയിട്ടെന്നവണ്ണം വൃദ്ധൻ പറഞ്ഞു. അധികമാരും ഇങ്ങോട്ട് വരാറില്ല. 2 ആഴ്ച കൂടി നിങ്ങളാണ് ഇവിടെ വരുന്നത്. അപ്പോഴേക്കും അകത്തു നിന്നും ഒരു സ്ത്രീ ഇറങ്ങി വന്നു. മങ്ങിയ ബൾബിൻ്റെ വെട്ടത്തിലും അവർക്ക് ആരെയും വശീകരിക്കാൻ പറ്റുന്ന ഭംഗിയുള്ളതായി ജയമോഹന് തോന്നി. സാരി ഉടുത്ത വെളുത്ത നിറത്തിലുള്ള അവർ നെറ്റിയിൽ ചുവന്ന വലിയ വട്ടത്തിലുള്ള പൊട്ട് തൊട്ടിരുന്നു. കാതിൽ നാഗഫണ രൂപത്തിലുള്ള വെള്ളക്കല്ല് പതിച്ച കമ്മലുകൾ ധരിച്ചിരുന്നു. കഴുത്തിൽ പുരാതന കാലത്തെ സ്ത്രീകൾ ധരിക്കുന്ന പോലുള്ള വിവിധ തരത്തിലുള്ള മാലകളും ധരിച്ചിരുന്നു. അംഗലാവണ്യവതിയായ ആ സ്ത്രീയുടെ ചുണ്ടുകൾ രക്തവർണമായിരുന്നു. എഴുതിയ മിഴികൾക്കുള്ളിലെ കൃഷ്ണമണികൾക്ക് പോലും എന്തോ ഒരു പ്രത്യേകത. കയറി വരൂ. ആ സ്ത്രീ പറഞ്ഞ ശേഷം അകത്തേക്ക് നടന്നു. നിങ്ങൾ കയറി ചെല്ലൂ. ഒരുപാട് മുറികളുണ്ട്. അവയിൽ ഇഷ്ടമുള്ള മുറിയിൽ കഴിയാം. വൃദ്ധൻ അകത്തേക്ക് കൈ ചൂണ്ടി. ജയമോഹൻ ബാഗുമെടുത്ത് മുൻപോട്ട് നടന്നു. കൂടെ ശ്യാമ കുഞ്ഞിനെ തോളിലിട്ട് കൊണ്ട് ചെന്നു. വീടിൻ്റെ പടിയിലേക്ക് അവർ കാലെടുത്ത് വെച്ചപ്പോൾ മുൻഭാഗത്തെ ഭിത്തിയിൽ തൂക്കിയിരുന്ന പഴയ ഘടികാരം ശബ്ദിച്ചു. മണി 12. ആ ഘടികാരത്തിൻ്റെ മണിമുഴക്കത്തിന് ഒരു നിലവിളിയുടെ ശബ്ദമായിരുന്നു. അകത്തെ ഇരുണ്ട ഇടനാഴിയിലൂടെ നടന്ന അവർക്ക് മുൻപിലേക്ക് ആ സ്ത്രീ വന്നു. ഞാൻ സ്വർണപ്രഭ. ഇതെൻ്റേതാണ്. രാത്രികാലങ്ങളിൽ ഞാനിവിടെ ഉണ്ടാകും. നിങ്ങൾക്കുള്ള മുറി മുകൾ നിലയിൽ ഒരുക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ കഴിയാം. മുകളിലെ ഇടനാഴിയിൽ അങ്ങേ അറ്റത്തുള്ള മുറിയാണ്. അങ്ങോട്ട് പോയിക്കൊള്ളൂ. സ്വർണപ്രഭയെ ഒന്ന് നോക്കിയ ശേഷം ജയമോഹനും ശ്യാമയും കുഞ്ഞിനെയും കൊണ്ട് പഴയ തടികോവണി കയറി മുകളിലേക്ക് പോയി. അരണ്ട വെളിച്ചത്തിൽ ചുവന്ന പരവതാനി വിരിച്ച ഇടനാഴിയിലൂടെ അവർ ഏറ്റവും അങ്ങേ അറ്റത്തുള്ള മുറി ലക്ഷ്യമാക്കി നടന്നു. അവിടെ പഴയ മണിച്ചിത്രത്താഴിട്ട് പൂട്ടിയ അനേകം മുറികൾ കാണപ്പെട്ടു. അറ്റത്തുള്ള മുറിയിലെത്തി ചാരിയിട്ടിരുന്ന വാതിൽ തള്ളി തുറന്നു. കരകര ശബ്ദത്തോടെ വാതിൽ തുറക്കപ്പെട്ടു. മുറിയുടെ അകവശം കണ്ട് ജയമോഹൻ ആശ്ചര്യപ്പെട്ടു. ഒരു അലങ്കരിച്ച മുറി. ചിത്രപ്പണികളുള്ള കട്ടിലിൽ ചുമന്ന മെത്ത. മുകളിൽ അലങ്കാര വിളക്കുകൾ. ജനാലയിലും ചുവന്ന നിറത്തിലുള്ള കർട്ടനുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ജയേട്ട, ഈ മുറി എത്ര മനോഹരമായിരിക്കുന്നു. രാജകൊട്ടാരത്തിൻ്റെ അകം പോലെ. ശ്യാമ പറഞ്ഞുകൊണ്ട് തോളിൽ കിടന്ന കുഞ്ഞിനെ പട്ടുമെത്തയിൽ കിടത്തി. ഈ കിടക്കകൾക്ക് എന്ത് മാർദ്ദവമാണ്. മെത്തയിലിരുന്ന് അതിലൂടെ കൈയോടിച്ചുകൊണ്ട് ശ്യാമ ജയമോഹനെ നോക്കി.
എന്തായാലും നേരം പുലർന്നാൽ ഉടനെ ഇവിടെ നിന്നും പോകണം. എനിക്കിവിടം അത്രയ്ക്കങ്ങ് പിടിച്ചില്ല. ജയമോഹൻ കയ്യിലിരുന്ന ബാഗുകൾ എടുത്ത് ഭിത്തിയിലെ ഷെൽഫിൽ വെച്ചു. ശ്യാമേ, കുളിക്കുന്നുണ്ടെങ്കിൽ കുളിച്ചോളൂ. ഒന്ന് ഫ്രഷായി കിടന്നാൽ ഉറക്കം കൂടും. ജയമോഹൻ ടവലുമായി ബാത്റൂമിലേക്ക് പോയി. പെട്ടെന്ന് തന്നെ കുളിച്ചിറങ്ങി വന്നു. നല്ല തണുത്ത തെളിഞ്ഞ വെള്ളമാണ്. ശരീരത്തിൽ ഒഴിച്ചപ്പോൾ ഒരു ഉന്മേഷം, ക്ഷീണം മാറിയ പോലെ. പറഞ്ഞുകൊണ്ട് ജയമോഹൻ തല തുടച്ചുകൊണ്ടിരുന്നു. കുഞ്ഞിൻ്റെ അടുത്തു നിന്ന് പുറത്തോട്ട് പോകരുത്, ഞാൻ പെട്ടെന്ന് കുളിച്ചിറങ്ങാം. പറഞ്ഞിട്ട് ശ്യാമ ഡ്രസ്സുമായി ബാത്റൂമിൽ കയറി വാതിലടച്ചു. ശ്യാമ കുളിച്ചു കഴിഞ്ഞതും ലൈറ്റ് പോയതും ഒരുമിച്ചായിരുന്നു. വേഗം ഡ്രസ് ധരിച്ച് പുറത്തിറങ്ങി. മുറിക്കുള്ളിൽ നല്ല ഇരുട്ടാണ്. എങ്കിലും ജനാലയുടെ ഭാഗത്തു നിന്നും വരുന്ന ചെറിയ വെളിച്ചം മുറിക്കുള്ളിലുണ്ട്. ജയേട്ടാ, കുഞ്ഞിൻ്റെ അടുത്തുണ്ടോ? ശ്യാമ വിളിച്ചു ചോദിച്ചതും പുറകിൽ നിന്നും 2 കരങ്ങൾ വന്ന് ശ്യാമയെ കെട്ടിപ്പിടിച്ചു. ജയേട്ടാ, വിട്. ഇരുട്ടിൽ പതുങ്ങിയിരുന്ന് എന്നെ പേടിപ്പിക്കാമെന്ന് കരുതിയോ? ഞാൻ അത്രയും പേടിയുള്ള ആളല്ല. ജയമോഹൻ ശ്യാമയെ തനിക്ക് അഭിമുഖമാക്കി നിർത്തി നെറ്റിയിൽ ചുംബിച്ചു. തൻ്റെ മാറോട് ചേർത്തണച്ചു. കുറച്ചു നേരം അങ്ങനെ നിന്ന ശ്യാമയ്ക്ക് താൻ മുഖം ചേർത്ത് വെച്ച ജയമോഹൻ്റെ നെഞ്ച് അകത്തേക്ക് താഴ്ന്നു പോകുന്നത് പോലെ തോന്നി. ഒപ്പം തൻ്റെ മുഖവും. തന്നെ കെട്ടിപ്പിടിച്ചിരിക്കുന്ന കൈകൾ തന്നെ വരിഞ്ഞു മുറുക്കുന്നത് പോലെ. ശ്യാമ പിടഞ്ഞുകൊണ്ട് നെഞ്ചിൽ നിന്നും മുഖം മുകളിലേക്ക് ഉയർത്തി. ജയമോഹൻ്റെ മുഖം മെല്ലെ മാറി അഴുകി ദ്രവിച്ച് അടർന്നു പോയ മാംസങ്ങളോടെ ഭീകരമായ ഒരു രൂപമായി മാറി. കണ്ണുകളുടെ ഭാഗത്ത് 2 കുഴികൾ. താൻ മുഖം ചേർത്ത ജയമോഹൻ്റെ നെഞ്ചിൻ്റെ ഭാഗത്ത് മാംസങ്ങളില്ലാത്ത അസ്ഥികൾ മാത്രം. കെട്ടിപ്പിടിച്ചിരിക്കുന്ന കൈകളിലും ചീഞ്ഞളിഞ്ഞ മാംസങ്ങൾ പറ്റിപ്പിടിച്ചിരിക്കുന്നു. ആ കൈക്കുള്ളിൽ കിടന്ന് ശ്യാമ പിടഞ്ഞു. അവളിൽ നിന്നും ഒരു നിലവിളി ഉയർന്നു. ശ്യാമയുടെ നിലവിളി മുറിക്കുള്ളിൽ മുഴങ്ങി. നേർത്ത മങ്ങിയ വെളിച്ചത്തിൽ കട്ടിലിൽ ഉറങ്ങിക്കിടന്നിരുന്ന കുഞ്ഞ് ഞെട്ടി എഴുന്നേറ്റ് കരയുവാൻ തുടങ്ങി. അതേസമയം ഭിത്തിയിൽ തൂക്കിയിട്ടിരുന്ന പഴയ ഘടികാരത്തിൽ 1 മണി മുഴങ്ങി. ഒരു നിലവിളി ഒച്ച പോലെ. പെട്ടെന്ന് കറണ്ട് വന്നു. മുറിക്കുള്ളിൽ പ്രകാശം നിറഞ്ഞു. നിലവിളിച്ചുകൊണ്ട് നിന്ന ശ്യാമ കണ്ണ് മിഴിച്ചു നോക്കി. തൻ്റെ മുൻപിൽ ആരുമുണ്ടായിരുന്നില്ല. അവിടെ ശൂന്യത മാത്രം. അപ്പോൾ തൻ്റെ മുൻപിൽ നിന്ന, തന്നെ കെട്ടിപ്പിടിച്ചു നിന്ന ആ ചീഞ്ഞളിഞ്ഞ രൂപം എവിടെ പോയി? അതോ അത് തൻ്റെ തോന്നലായിരുന്നു? പേടിച്ച് വിറച്ചുപോയ ശ്യാമ മുറിക്കുള്ളിൽ ആകെ കണ്ണോടിച്ചുകൊണ്ട് കട്ടിലിനു നേരെ ഓടി. കട്ടിലിൽ കുഞ്ഞു കിടന്ന് നിർത്താതെ കരയുകയാണ്. ശ്യാമ വിറയാർന്ന കൈകളോടെ കുഞ്ഞിനെ വാരിയെടുത്ത് മാറോട് ചേർത്തു. ജയേട്ടാ, ജയേട്ടാ, ശ്യാമ വിറയ്ക്കുന്ന ശബ്ദത്തോടെ വിളിച്ചു. ചാരിയിട്ടിരുന്ന വാതിൽ തള്ളി തുറന്ന് ജയമോഹൻ പുറത്തു നിന്നും അകത്തേക്ക് കയറി വന്നു. എന്താ ശ്യാമേ, ഇവിടെ ഒരു നിലവിളി ശബ്ദം. നീയാണോ കരഞ്ഞത്? ജയമോഹൻ ഉത്കണ്ഠയോടെ ചോദിച്ചു. ജയേട്ടൻ കുഞ്ഞിനെ ഇവിടെ തനിച്ചാക്കി എവിടെ പോയതാ? ഞാൻ ഇവിടെ നിന്നും എങ്ങും പോകരുതെന്ന് പറഞ്ഞിട്ടല്ലേ കുളിക്കാൻ പോയത്? ശ്യാമയുടെ ശബ്ദം ഇടറിയിരുന്നു. ശരീരം വിറയ്ക്കുന്നുണ്ടായിരുന്നു. താഴെ നിന്നും ഒരാൾ വന്ന് എന്നെ വിളിച്ചു കൊണ്ട് പോയതാ. ഗോവണി ഇറങ്ങി താഴെ ചെന്നു തിരിഞ്ഞു നോക്കുമ്പോൾ ആളെ കാണാനില്ല. അപ്പോഴാണ് സ്വർണപ്രഭ എന്ന ആ സ്ത്രീ കത്തിച്ച വിളക്കുമായി അങ്ങോട്ട് വന്നതും. രാത്രി സമയങ്ങളിൽ മുറിക്ക് പുറത്തിറങ്ങരുതെന്നും അർദ്ധരാത്രിയിൽ അരുതാത്ത ശബ്ദങ്ങളോ മറ്റ് അസ്വാഭാവികമായ എന്തെങ്കിലും കണ്ടാൽ പോലും ശ്രദ്ധിക്കരുതെന്നും ഇതൊരു പഴയ രാജകൊട്ടാരത്തിൻ്റെ ഭാഗമാണെന്നും അനേകം പൂർവികരുടെ ദുർമരണപ്പെടുകയും കൊല ചെയ്യപ്പെടുകയും ചെയ്തിട്ടുള്ളതുകൊണ്ട് അവരുടെ നല്ലതും മോശവുമായ ആത്മാക്കൾ ഇവിടെ അന്തിയുറങ്ങുന്നുണ്ടെന്നും അവർ പറഞ്ഞു. ജയമോഹൻ പേടിച്ചു നിൽക്കുന്ന ശ്യാമയുടെ കയ്യിൽ നിന്നും കുഞ്ഞിനെ മേടിച്ച് കട്ടിലിൽ കൊണ്ട് കിടത്തി. തിരിച്ച് ശ്യാമയുടെ അടുത്തേക്ക് വന്നു. നീ എന്തിനാ നിലവിളിച്ചത്? എന്തു പറ്റി ഇവിടെ? ശ്യാമ ജയമോഹൻ്റെ അടുത്ത് ചേർന്നു നിന്നു. ജയേട്ടാ, എനിക്ക് പേടിയാകുന്നു. ഇവിടെ എന്തൊക്കെയോ ദുരൂഹതകൾ ഉള്ളതുപോലെ, എന്തോ അപകടം സംഭവിക്കാൻ പോകുന്ന പോലെ. ശ്യാമ കുറച്ചു മുൻപ് മുറിയിൽ സംഭവിച്ച കാര്യങ്ങൾ വിറയാർന്ന ശബ്ദത്തിൽ പറഞ്ഞു കേൾപ്പിച്ചു. നിനക്ക് തോന്നിയതാകും ശ്യാമേ. ഉള്ളിൽ പേടിയുള്ളപ്പോൾ അങ്ങനെ തോന്നും. ആ സമയത്ത് കറണ്ട് പോകുകയും ചെയ്തതോടെ നീ ആകെ പേടിച്ചു പോയി കാണും. അല്ലാതെ ഈ പാതിരാത്രിയിൽ എന്നെപ്പോലെയുള്ള ആരെങ്കിലും വേറെ വരുമോ? ജയമോഹൻ ശ്യാമയെ സമാധാനിപ്പിച്ചു. വാ, കിടന്നുറങ്ങാം. രാവിലെ പോകേണ്ടതല്ലേ?
അവർ ലൈറ്റണച്ചു കിടന്നു. കറങ്ങുന്ന ഫാനിന്റെ ശബ്ദം നിശബ്ദതയെ അലോസരപ്പെടുത്തിക്കൊണ്ടിരുന്നു. ശ്യാമ കുട്ടിയെ കെട്ടിപ്പിടിച്ച് കിടന്നു. താമസിക്കാതെ ഉറങ്ങി. എന്നാൽ ജയമോഹന് ഉറക്കം വന്നില്ല. ഇരുൾ നിറഞ്ഞ മുറിക്കുള്ളിൽ തങ്ങി നിൽക്കുന്ന തണുപ്പിൽ അയാൾ അസ്വസ്ഥനായി കാണപ്പെട്ടു. മനസ്സാകെ കലങ്ങി മറിഞ്ഞിരിക്കുന്നു. ശ്യാമ മുൻപ് പറഞ്ഞ സംഭവം അയാളുടെ മനസ്സിൽ ചോദ്യചിഹ്നമായി കിടന്നു. എന്തൊക്കെയോ വിചിത്രമായ സംഭവങ്ങൾ ഈ കൊട്ടാരത്തിനുള്ളിൽ നടക്കുന്നുണ്ട്. ജയമോഹൻ തല തിരിച്ചു നോക്കി. ശ്യാമ നല്ല ഉറക്കമാണ്. മുറിയിൽ കറങ്ങുന്ന ഫാനിന്റെ കാറ്റേറ്റ് ജനൽ കർട്ടനുകൾ ഇളകിയാടുന്നുണ്ട്. ജയമോഹൻ മെല്ലെ എഴുന്നേറ്റ് ജനലിന്റെ അരികിലേക്ക് പോയി. ജനൽ ചില്ലിലൂടെ പുറത്തേക്ക് നോക്കി. ഇരുൾ നിറഞ്ഞ പ്രദേശം ആണവിടെ. കുറ്റിച്ചെടികൾ വളർന്നു നിൽക്കുന്ന അവിടെ ഇരുളിനെ വകഞ്ഞു മാറ്റി വിളറിയ ചന്ദ്രനിലാവ് ചിതറിക്കിടക്കുന്നു. പെട്ടെന്ന് ജയമോഹന്റെ ശ്രദ്ധ മറ്റൊരിടത്തേക്ക് തിരിഞ്ഞു. കുറ്റിച്ചെടികൾക്കിടയിലൂടെ ഒരാൾ നടന്നു വന്ന് നിലാവ് വീണ് കിടക്കുന്ന പ്രദേശത്തേക്ക് നിൽക്കുന്നു. അയാളെ ജയമോഹൻ വ്യക്തമായി കണ്ടു. രാത്രി വഴിയിൽ നിന്നും തങ്ങളെ കൂട്ടിക്കൊണ്ടു വന്ന വൃദ്ധൻ. അയാൾ കയ്യിലിരുന്ന പിക്കാസ് എടുത്ത് നിലത്ത് ആഞ്ഞു വെട്ടി. ഒരു കുഴി രൂപപ്പെട്ടു. അയാൾ അതിലിറങ്ങി ഒരു പെട്ടി പൊക്കിയെടുത്ത് മുകളിൽ വെച്ചു. മുകളിൽ കയറി പെട്ടിയുടെ അടപ്പ് തുറന്നു. അതിൽ നിന്നും സുന്ദരിയായ ഒരു യുവതി മെല്ലെ എഴുന്നേറ്റ് നിന്നു. അവർക്കു ചുറ്റും ഒരു പ്രകാശവലയം രൂപപ്പെട്ടിരുന്നു. പിക്കാസുമെടുത്ത് വൃദ്ധൻ നടക്കുന്നതിന് പുറകെ ആ യുവതി നടന്നു. പൊടുന്നനെ ആ യുവതി തല വെട്ടിച്ച് ജയമോഹൻ നിൽക്കുന്ന ജനാലയ്ക്കലേക്ക് നോക്കി. ജയമോഹൻ പെട്ടെന്ന് അവിടെ നിന്ന് മാറിക്കളഞ്ഞു. അതേ സമയത്ത് തൊട്ടടുത്ത മണിച്ചിത്രത്താഴിട്ട് പൂട്ടിയ മുറിക്കുള്ളിൽ നിന്നും മുരൾച്ചയും തേങ്ങിക്കരച്ചിലും മുഴങ്ങി. തൊട്ടടുത്ത മുറിയിൽ നിന്ന് ജയമോഹൻ അത് കേട്ടു. അയാൾ ചെവി കൂർപ്പിച്ചു. ഉണ്ട്, കേൾക്കുന്നുണ്ട്. വാതിൽ തുറന്ന് പുറത്തിറങ്ങാൻ ആരോ പ്രലോഭിപ്പിക്കുന്നത് പോലെ. ജയമോഹൻ ഒന്ന് ആലോചിച്ചതിന് ശേഷം വാതിലിനു നേരെ നടന്നു. വാതിൽ തുറന്നു. അരണ്ട വെളിച്ചത്തിൽ ഇടനാഴി നീണ്ടു നിവർന്നു കിടക്കുന്നു. അയാൾ ആദ്യത്തെ അടച്ചിട്ട മുറിക്ക് മുൻപിൽ നിന്ന് കാതോർത്തു. ഇല്ല, ഇപ്പോൾ കേൾക്കുന്നില്ല. അയാൾ നേരെ ഇടനാഴിയിലേക്ക് നോക്കി. വിജനമായ രക്തവർണ്ണ കാർപ്പറ്റ് വിരിച്ച ഇടനാഴി ഏതോ പേടിപ്പെടുത്തുന്ന രീതിയിലായിരുന്നു. പെട്ടെന്ന് പുറകിലൊരു നിഴൽ നീങ്ങി. ഞെട്ടിത്തിരിഞ്ഞ ജയമോഹൻ അത്ഭുതപ്പെട്ടു. മുൻപിൽ ശ്യാമ നിൽക്കുന്നു. ജയേട്ടൻ എന്താ ഇവിടെ നിൽക്കുന്നത്? ഉറക്കം വന്നില്ലേ? ശ്യാമ ചോദിച്ചു. ഇല്ല, അതുകൊണ്ട് കുറച്ച് ശുദ്ധവായു ശ്വസിക്കാൻ ഇറങ്ങി നിന്നതാ. നീ ഇത്ര പെട്ടെന്ന് ഉറങ്ങി എണീറ്റോ? ഞാൻ വരുമ്പോൾ നല്ല ഉറക്കമായിരുന്നു. ജയമോഹൻ ശ്യാമയെ ചേർത്ത് പിടിച്ചു. നെഞ്ചിൽ ചേർന്നിരുന്ന ശ്യാമയുടെ വായിൽ നിന്നും 2 കടപ്പല്ലുകൾ പുറത്തേക്ക് നീണ്ടുവരുന്നത് ജയമോഹൻ അറിഞ്ഞില്ല. ജയമോഹനെ കെട്ടിപ്പിടിച്ചിരുന്ന ശ്യാമയുടെ കൈകളിലെ നഖങ്ങൾ നീണ്ടു വളർന്നു. തൻ്റെ ശരീരത്തെ ശ്യാമയുടെ കൈകൾ വരിഞ്ഞു മുറുക്കുന്നത് ജയമോഹൻ അറിഞ്ഞു. തൻ്റെ ദേഹത്തു നിന്നും ചുടുചോരയുടെ ഗന്ധമുയരുന്നത് ജയമോഹൻ അറിഞ്ഞു. പൊടുന്നനെ ഇടനാഴിയിലെ മങ്ങിയ വെളിച്ചം അണഞ്ഞു. കൂരിരുൾ. ആരാ അവിടെ? ഇടനാഴിയുടെ അങ്ങേയറ്റത്തു നിന്ന് ഒരു സ്ത്രീ ശബ്ദമുയർന്നു. ഒരു കത്തിച്ച വിളക്കുമായി സ്വർണപ്രഭ അങ്ങോട്ട് വന്നു. ജയമോഹൻ ഒന്ന് പിടഞ്ഞു. അയാൾ ചുറ്റും നോക്കി. തൻ്റെ മുൻപിൽ ആരുമില്ല. അയാൾ തിരിഞ്ഞു നോക്കി. കത്തുന്ന കണ്ണുകളുമായി സ്വർണപ്രഭ നിൽക്കുന്നു. നിങ്ങളോട് രാത്രിയിൽ പുറത്തു വരരുതെന്ന് പറഞ്ഞതല്ലേ? ആപത്തുകൾ വിളിച്ചു വരുത്തുകയാണോ? കോപത്തോടെ പറഞ്ഞിട്ട് അവർ തിരിഞ്ഞു നടന്നു. ജയമോഹൻ നേരെ മുറിക്കുള്ളിലേക്ക് നടന്നു. മുറിക്കുള്ളിലെത്തിയ ജയമോഹൻ കണ്ടു കുട്ടിയെ കെട്ടിപ്പിടിച്ചുറങ്ങുന്ന ശ്യാമ. അപ്പോൾ അവിടെ തൻ്റെ അടുത്ത് വന്നതാര്? അതേസമയം താഴത്തെ നിലയിൽ അടച്ചിട്ട മുറിക്കുള്ളിൽ വൃദ്ധനൊപ്പം അർദ്ധനഗ്നയായ ഈറനൊടുത്ത ഒരു പെൺകുട്ടി ചമ്രം പടഞ്ഞിരിക്കുന്നുണ്ടായിരുന്നു. കത്തുന്ന എഴുതിരി നിലവിളക്കിന് ചുറ്റും കർപ്പൂരങ്ങളും സാമ്പ്രാണികളും എരിഞ്ഞു. സ്വർണപ്രഭ ഉള്ളിലേക്ക് കയറി വന്നു. മഞ്ഞപ്പട്ടുടുത്ത് അവർ ചുവന്ന വലിയ പൊട്ട് തൊട്ടിരുന്നു. അവർ ഈറനൊടുത്തിരുന്ന പെൺകുട്ടിയുടെ മുൻപിൽ ഇരുന്നു. മുൻപിലിരുന്ന ചുവന്ന പുഷ്പങ്ങൾ മന്ത്രാചരണത്തോടെ ആ പെൺകുട്ടിയുടെ മേനിൽ സമർപ്പിച്ചു കൊണ്ടിരുന്നു. മൃഗക്കൊഴുപ്പിൽ മുക്കിയ പന്തങ്ങൾ മുറിയുടെ 4 കോണിലും ആളിക്കത്തിക്കൊണ്ടിരുന്നു. മന്ത്രങ്ങൾ ഉരുവിട്ടുകൊണ്ട് സ്വർണപ്രഭ മഞ്ഞൾപ്പൊടിയും കുങ്കുമവും ചേർത്ത് തയ്യാറാക്കിയ ഔഷധക്കൂട്ട് ചെറിയ ചെമ്പുരുളിയോടെ എടുത്ത് ഈറനണിഞ്ഞിരിക്കുന്ന പെൺകുട്ടിയുടെ ശിരസിലൂടെ ഒഴിച്ചു. വൃദ്ധൻ
അർദ്ധനഗ്നയായ ആ പെൺകുട്ടിയുടെ പുറത്ത് കത്തുന്ന വിളക്കിൽ നിന്നും ഒരു തിരിയെടുത്ത് 3 പ്രാവശ്യം ഉഴിഞ്ഞു. തുടർന്ന് അയാൾ നാരായമുന കൊണ്ട് ആ പെൺകുട്ടിയുടെ പുറത്ത് 2 കണ്ണുകൾ വരച്ചു. കണ്ണിൻ്റെ രൂപത്തിൽ തൊലിയിൽ നിന്നും രക്തം പൊടിഞ്ഞു വന്നു. മൂക്കും വായും വരച്ചു. രക്തത്താൽ ഒരു മുഖം അവിടെ തെളിഞ്ഞു നിന്നു. സ്വർണപ്രഭ കാട്ടുചെത്തിപ്പൂവും മുക്കുറ്റിയും ശവന്നാറിപ്പൂവും ചെറുതേനും എള്ളും കൂട്ടിയ മിശ്രിതത്തിൽ മുക്കി മന്ത്രോച്ചാരണത്തോടെ ആ പെൺകുട്ടിയുടെ ദേഹത്തേക്ക് സമർപ്പിച്ചു കൊണ്ടിരുന്നു. സ്വർണപ്രഭയുടെ കണ്ണുകൾ വികസിക്കുകയും പുരികങ്ങൾ വില്ലുപോലെ വളയുകയും ചുണ്ടുകൾ വിറയ്ക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. പൊടുന്നനെ പെൺകുട്ടിയിൽ നിന്നും ഒരലർച്ച ഉയർന്നു. കണ്ണുകൾ പുറത്തേക്ക് തള്ളി വരികയും ശോഭ നഷ്ടപ്പെട്ട് കറുത്ത് വികൃതമാവുകയും ചെയ്തു. കവിളുകൾ വിണ്ടുകീറി വായിൽ നിന്നും കറുത്ത് കൊഴുത്ത് രക്തം പുറത്തേക്കൊഴുകി. മുഖത്തെ മാംസങ്ങൾ അഴുകി കൂടിച്ചേർന്ന് കണ്ണും മൂക്കും വായുമെല്ലാം അപ്രത്യക്ഷമായി. അതേസമയം പെൺകുട്ടിയുടെ പുറത്ത് നാരായമുന കൊണ്ടെഴുതിയ കണ്ണുകൾ ചലിക്കുവാൻ തുടങ്ങി. ചുണ്ടുകൾക്കിടയിലെ മാംസം ഉള്ളിലേക്ക് വലിഞ്ഞ് വായ രൂപപ്പെട്ടു. എനിക്ക് മനുഷ്യരക്തം തരൂ, ചൂടുചോര തന്നെ വേണം. ആ രൂപം സംസാരിച്ചു തുടങ്ങി. വാ തുറന്നപ്പോൾ മുറിയിൽ ചീഞ്ഞ മാംസഗന്ധം നിറഞ്ഞു. ഭിത്തിയിലിരുന്ന് ഗൗളി തുടർച്ചയായി ചിലച്ചുകൊണ്ടിരുന്നു. എഴുന്നേറ്റ് പോകൂ, സ്വർണപ്രഭ ആ പെൺകുട്ടിയോട് ആജ്ഞാപിച്ചു. പെൺകുട്ടി എഴുന്നേറ്റു വാതിലിന് നേരെ നടന്നു. അവളുടെ കാലുകളിൽ കിടന്ന ചിലങ്കകൾ കിലുങ്ങി. ഇരുൾ നിറഞ്ഞ ഇടനാഴിയിലൂടെ അവൾ നടന്നു. നടക്കും തോറും ശരീരത്തിലെ മാംസങ്ങൾ വിണ്ടുകീറുകയും അതിനുള്ളിലൂടെ 6 കൂർത്ത വിരലുകളുള്ള കൈപ്പത്തികൾ വളർന്ന് പുറത്തു വന്നു. കൊട്ടാരത്തിൻ്റെ പുറത്തിറങ്ങി ഇരുളിലൂടെ ആ രൂപം മനുഷ്യരക്തം കുടിക്കുവാൻ മുൻപോട്ട് നടന്നു. ജയമോഹൻ കിടന്നുറക്കം വെച്ചപ്പോഴാണ് മൂക്കിലേക്ക് എന്തോ ദുർഗന്ധം വന്ന് അടിച്ചു കയറുന്നത് പോലെ തോന്നിയത്. മുറിക്കുള്ളിൽ മങ്ങിയ പ്രകാശമുണ്ട്. ജയമോഹൻ കുറച്ചു നേരം കണ്ണു തുറന്നു കിടന്നു. വീണ്ടും കരിഞ്ഞ മാംസഗന്ധം മുറിക്കുള്ളിൽ നിറയുന്നു. ഒരു വല്ലാത്ത തണുപ്പും അനുഭവപ്പെടുന്നുണ്ട്. ജയമോഹൻ എഴുന്നേറ്റു. ജനാലയ്ക്കിലേക്ക് നോക്കി. അവിടെ നിന്നാണ് ഗന്ധം വരുന്നത്. എഴുന്നേറ്റ് അങ്ങോട്ട് നടന്നു. ജനാലച്ചില്ലിലൂടെ പുറത്തേക്ക് നോക്കി. അവിടെ പുറംതിരിഞ്ഞ് വെളുത്ത സാരി ഉടുത്ത ഒരു സ്ത്രീ നിൽക്കുന്നു. അവൾ കയ്യിലിരുന്ന തിരിവിളക്ക് നീണ്ടുകിടന്ന മുടിയിലേക്ക് നീട്ടി. മുടിക്ക് തീ പിടിച്ചു. നിമിഷങ്ങൾക്കുള്ളിൽ ആ പെൺകുട്ടിയുടെ ശരീരം മുഴുവൻ തീ പിടിച്ചു. കത്തിക്കൊണ്ടിരുന്ന ആ സ്ത്രീ ജനാലയ്ക്കു നേരെ തിരിഞ്ഞു വന്ന് ആ സ്ത്രീയുടെ മുഖം കണ്ട് ജയമോഹൻ ഞെട്ടി. അത് തൻ്റെ ശ്യാമയല്ലേ? സ്ത്രീ നിലവിളിക്കുകയും അലറുകയും ചെയ്ത ശേഷം കുഴിച്ചിട്ടിരുന്ന കുഴിക്കുള്ളിലേക്ക് ചാടി. കൈകാലുകൾ തളർന്നു. നാക്കുകൾ ചലിക്കാനാവാതെ, ഒന്ന് തിരിഞ്ഞു നോക്കാനാവാതെ ജയമോഹൻ നിന്നു. ശ്യാമേ, ശ്യാമേ എന്നലറി വിളിച്ചെങ്കിലും ശബ്ദം പുറത്തു വന്നില്ല. ഒരു നിമിഷത്തെ സ്തംഭനാവസ്ഥയ്ക്ക് ശേഷം ജയമോഹൻ തിരിഞ്ഞ് കട്ടിലിൻ്റെ നേരെ ഓടി. അരണ്ട വെളിച്ചത്തിൽ കട്ടിലിൽ ശ്യാമ കുട്ടിയെ കെട്ടിപ്പിടിച്ച് കിടക്കുന്നു. അപ്പോൾ അവിടെ കത്തിയ സ്ത്രീ ആരായിരുന്നു? ആ സ്ത്രീക്ക് തൻ്റെ ശ്യാമയുടെ മുഖച്ഛായ എങ്ങനെ വന്നു? ജയമോഹൻ ചിന്താകുഴപ്പത്തിലായി. ജയമോഹൻ കട്ടിലിൽ കിടക്കുന്ന ശ്യാമയെ സൂക്ഷിച്ചു നോക്കി. കട്ടിലിൽ കിടന്നുറങ്ങുന്നത് ശ്യാമ തന്നെയാണോ അതോ മറ്റാരെങ്കിലുമോ? കട്ടിലിൽ ചെന്നിരുന്ന് വിറയ്ക്കുന്ന കൈകളോടെ ശ്യാമയെ തൊട്ടു. കുലുക്കി വിളിച്ചു, ശ്യാമേ, ശ്യാമേ. വിളികേട്ട് ശ്യാമ ജയമോഹന് അഭിമുഖമായി തിരിഞ്ഞു കിടന്നു. എന്താ ജയേട്ടാ, ഉറങ്ങിയില്ലേ? ഞാൻ പേടിച്ച് കിടന്ന് പെട്ടെന്നുറങ്ങിപ്പോയി. ജയേട്ടൻ എന്താ കിടക്കാത്തത്? ശ്യാമ ചോദിച്ചുകൊണ്ട് കിടക്കയിൽ മെല്ലെ എഴുന്നേറ്റിരുന്നു. ഒന്നുമില്ല, ഉറക്കം വരുന്നില്ല, അതുകൊണ്ട് എഴുന്നേറ്റ് മുറിക്കുള്ളിലൂടെ നടന്നു. നീ കിടന്നുറങ്ങിക്കോ. എങ്ങനെയെങ്കിലും നേരം വെളുത്ത് ഇവിടെ നിന്നും പോയാൽ മതി. അത്രയ്ക്ക് വെറുത്തു പോയി ഇവിടം. ജയമോഹൻ എഴുന്നേറ്റ് മേശപ്പുറത്തു നിന്നും വെള്ളത്തിൻ്റെ കൂജ എടുത്ത് തുറന്ന് വായ്ക്കുള്ളിലേക്ക് ഒഴിച്ചു. കുടുകുട കുടിച്ചിറക്കി. ശേഷം കൂജ മേശപ്പുറത്ത് വെച്ച് അടച്ചു. വായ്ക്കുള്ളിൽ രക്തത്തിൻ്റെ ചുവന്ന അനുഭവപ്പെടുന്നുണ്ടോ? ജയമോഹൻ ടോയ്ലറ്റിൽ കയറി കണ്ണാടിക്ക് മുൻപിൽ നിന്നു. കണ്ണാടിയിൽ പ്രതിഫലിച്ച തൻ്റെ രൂപത്തെ നോക്കി. പിന്നെ വായ് തുറന്നു. വായ്ക്കുള്ളിലേക്ക് നോക്കിയ ജയമോഹൻ്റെ തൊണ്ടയിൽ ഒരു നിലവിളി കുടുങ്ങി. വായ്ക്കുള്ളിൽ നിറയെ കൊഴുത്ത രക്തക്കറ. അതിനുള്ളിൽ 2 കണ്ണുകളിരുന്ന് തുറിച്ചു നോക്കുന്നു. പേടിച്ച് പുറകിലേക്ക് വെച്ചുപോയ ജയമോഹൻ ഭിത്തിയിലിടിച്ച് ക്ലോസറ്റിൻ്റെ മുകളിലേക്ക് വീണു. ക്ലോസറ്റിൻ്റെ അടപ്പ് തെറിച്ചുപോയി.
പിടിച്ചെഴുന്നേറ്റ ജയമോഹൻ കണ്ടു ക്ലോസറ്റിനുള്ളിൽ ചീഞ്ഞളിഞ്ഞ ഒരു മനുഷ്യത്തല. അതിൻ്റെ കണ്ണുകൾ ചലിക്കുന്നു. തലയുടെ ഇരുഭാഗത്തു നിന്നും 2 മാംസമില്ലാത്ത കൈകൾ നീണ്ടുവരുന്നു. ടോയ്ലറ്റിനുള്ളിൽ അതേസമയം കത്തിക്കൊണ്ടിരുന്ന ലൈറ്റ് കെടുകയും തെളിയുകയും ചെയ്തു. കരിഞ്ഞ മാംസത്തിൻ്റെ ഗന്ധം പരക്കാൻ തുടങ്ങി. വെന്റിലേറ്ററിൻ്റെ ചില്ലിൽ ഒരാൾ രൂപം ദൃശ്യമായി. ജനൽ ചില്ലിലേക്ക് ചേർത്ത് വെച്ച അയാളുടെ ചുണ്ടിൽ നിന്നും ചോരത്തുള്ളികൾ ചില്ലിലൂടെ ഒഴുകിയിറങ്ങി. ചാടി എഴുന്നേറ്റ ജയമോഹൻ മരണവെപ്രാളത്തോടെ കതകു തുറന്നു പുറത്തിറങ്ങി ചേർത്തടച്ച് കുറ്റിയിട്ടു. ഭിത്തിയിൽ ചാരി നിന്ന് കിതച്ചു. ബെഡിലിരിക്കുകയായിരുന്ന ശ്യാമ അത് കണ്ട് എഴുന്നേറ്റ് വന്ന് ജയമോഹൻ്റെ അടുത്തെത്തി. എന്ത് പറ്റി ജയേട്ടാ? എന്തിനാ ഇങ്ങനെ നിന്ന് കിതയ്ക്കുന്നത്? എന്താ? ആശങ്കയോടെ ശ്യാമ ജയമോഹൻ്റെ മുഖത്തേക്ക് ഉറ്റുനോക്കി. ഒന്നുമില്ല ശ്യാമേ, നീ പോയി കിടന്നുറങ്ങിക്കോ. ഇവിടെ നിൽക്കാതെ കുഞ്ഞിൻ്റെ അടുത്തേക്ക് ചെല്ല് പോ. ജയമോഹൻ ശ്യാമയെ കൂട്ടി ബെഡിനരികിലേക്ക് പോയി. ജയേട്ടാ, എന്താണെങ്കിലും പറയൂ. എനിക്കും മനസ്സിൽ ആശങ്കകൾ കൂടുന്നു. ഇവിടെ എന്തൊക്കെയോ ദുരൂഹതകളുണ്ട്. എത്രയും പെട്ടെന്ന് ഇവിടെ നിന്നും രക്ഷപ്പെടണം. ശ്യാമ ജയമോഹൻ്റെ കയ്യിൽ മുറുക്കെ പിടിച്ചു. ശ്യാമേ, പേടിക്കാതെ സമചിത്തതയോടെ ഞാൻ പറയുന്നത് കേൾക്കണം. ഈ രാത്രിയിൽ ഇവിടെ സംഭവിക്കുന്നത് ശുഭകരമായ കാര്യമല്ല. മാത്രമല്ല, കുറച്ചു മുൻപ് ആ ജനാലയിലൂടെ പുറത്തേക്ക് നോക്കിയപ്പോൾ ഒരു സ്ത്രീ സ്വയം തീ കൊളുത്തി കത്തുന്നത് കണ്ടു. ആ സ്ത്രീക്ക് നിന്റെ മുഖമായിരുന്നു. ഞാൻ അത് കണ്ട് നിലവിളിച്ചു പോയി. അതിന് കുറച്ചു മുൻപ് ഞാൻ മുറിക്ക് പുറത്തിറങ്ങിയപ്പോൾ നീ എൻ്റെ അടുത്ത് വന്ന് എന്നെ കെട്ടിപ്പിടിച്ചു. ആ സ്ത്രീ സ്വർണപ്രഭ വന്നപ്പോൾ നീ പെട്ടെന്ന് അപ്രത്യക്ഷിതമായി. എന്തൊക്കെയോ അനർത്ഥങ്ങൾ നടക്കുന്നുണ്ട് ഇവിടെ. ജയമോഹൻ ശ്യാമയെ തന്നോട് ചേർത്ത് നിർത്തി. ജയേട്ടാ, നമ്മുടെ കൂടെ കാറിൽ വന്ന ആ സ്ത്രീ എവിടെ? താഴെയുണ്ടോ? അവരെ കണ്ട് ഒന്ന് സംസാരിച്ചാലോ? ശ്യാമയുടെ കണ്ണുകളിൽ ഭയം നിറഞ്ഞിരുന്നു. നീ എന്താ പറയുന്നത്? നമ്മുടെ കൂടെ വന്നത് സ്ത്രീയല്ലല്ലോ, ഒരു വൃദ്ധനല്ലേ? അയാൾ താഴെ വല്ലതും കാണും. ജയമോഹൻ ശ്യാമയുടെ മുഖത്തേക്ക് നോക്കി. വൃദ്ധനോ? ചേട്ടൻ എന്താ ഉറക്കപ്പിച്ചാണോ? നമ്മുടെ കൂടെ കാറിലുണ്ടായിരുന്നത് ഒരു സ്ത്രീയായിരുന്നു. ഫ്രണ്ട് മിററിലൂടെ ഞാൻ വ്യക്തമായി കണ്ടതാണ്. അതൊരു സ്ത്രീയായിരുന്നു. ഇവിടെ വന്ന് തല മൂടിയ കരിമ്പട എടുത്തപ്പോഴും ജയേട്ടൻ കണ്ടതല്ലേ, അതൊരു സുന്ദരിയായ സ്ത്രീയായിരുന്നു. ശ്യാമ ഉറപ്പിച്ചു പറഞ്ഞു. അത് കേട്ട് ജയമോഹൻ അമ്പരന്നു. തന്നോട് വന്ന് സംസാരിച്ചതും കാറിൽ കയറിയതും ഒരു വൃദ്ധനായിരുന്നു. ഇവിടെ വന്നിറങ്ങിയപ്പോഴും താൻ കണ്ടത് വൃദ്ധനെയാണ്. എന്നാൽ ശ്യാമ വൃദ്ധൻ്റെ സ്ഥാനത്ത് കണ്ടത് സുന്ദരിയായ ഒരു സ്ത്രീയെയും. ശ്യാമേ, നമ്മളിവിടെ എത്തിയത് യാദൃച്ഛികമല്ല. ആരോ കരുതിക്കൂട്ടി എത്തിച്ചതാണ്. നമ്മളറിയാതെ അപകടത്തിലാണ് നമ്മൾ. സൂക്ഷിക്കണം. പെട്ടുപോയി. ഇവിടെ നിന്നും എങ്ങനെ രക്ഷപ്പെടാമെന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഈ രാത്രിയിൽ എന്ത് സംഭവിക്കുമെന്നറിയില്ല. ജയമോഹൻ പറയുന്നത് കേട്ട് ശ്യാമ അയാളെ കെട്ടിപ്പിടിച്ചു. മാത്രമല്ല, ഞാൻ കൂജയിൽ നിന്നും വെള്ളം കുടിച്ചപ്പോൾ അതിന് ചോരയുടെ ചുവ അനുഭവപ്പെട്ടു. ടോയ്ലറ്റിൽ കയറി കണ്ണാടിയിൽ നോക്കിയപ്പോഴും മറ്റും സംഭവിച്ച കാര്യങ്ങൾ ജയമോഹൻ പറയുന്നത് കേട്ട് ശ്യാമ ഞെട്ടിത്തരിച്ചു. ജയേട്ടാ, ഈ മുറിയിൽ ഈ രാത്രി എങ്ങനെ കഴിച്ചുകൂട്ടും? ഇവിടെ ദുർമരണപ്പെട്ടതും മരിച്ചതുമായ പൂർവികരുടെ ആത്മാക്കൾ ഇവിടെയുണ്ട്. മാത്രമല്ല, ആ സ്വർണപ്രഭ എന്ന സ്ത്രീക്ക് എന്തൊക്കെയോ പ്രത്യേകത ഉള്ളതുപോലെ. അസ്വാഭാവികമായ എന്തോ ഒന്ന്. നേരം പുലർന്നിരുന്നു എങ്കിൽ ഇവിടെ നിന്നും രക്ഷപ്പെടാമായിരുന്നു. ശ്യാമ അത് പറഞ്ഞതും മുറിക്കുള്ളിലെ ഭിത്തിയിലിരുന്ന് ഒരു പല്ലി ചിലച്ചു. ഭിത്തിയിലെ ഘടികാരത്തിൽ മണി മുഴങ്ങി. ഒരു നിലവിളി ശബ്ദം. 1 മണിയിൽ നിന്നും മിനിറ്റ് സൂചി പുറകിലേക്ക് കറങ്ങി 12 മണിയിൽ വന്നിരുന്നു. ചിലച്ചുകൊണ്ടിരുന്ന പല്ലി നിശബ്ദമായി. മുറിക്കുള്ളിലെ തണുപ്പിന് ശക്തി കൂടി. ജനാലഴിയിൽ തൂങ്ങിക്കിടന്നിരുന്ന കർട്ടനുകൾ താനെ ഇളകിയാടി. മുറിക്കുള്ളിലേക്ക് കടന്നു വന്ന ഒരു കരിവണ്ട് മൂളിപ്പറന്ന് നടന്ന ശേഷം ജയമോഹനും ശ്യാമയും ഇരിക്കുന്ന കട്ടിലിനടിയിലേക്ക് പോയി. അവിടെ മൂളിപ്പറന്നു. അവിടെ വിണ്ടുകീറിയ തറയിൽ നിന്നും ഈച്ചകൾ പുറത്തേക്ക് വന്നുകൊണ്ടിരുന്നു. പെട്ടെന്ന് ഒരു മുരൾച്ചയോടെ വിണ്ടുകീറിയ തറയുടെ ഇടയിലൂടെ അഴുകിയ 2 വിരലുകൾ പുറത്തേക്ക് തള്ളി വന്നു. കണ്ണുകളിൽ ഉറക്കം വന്ന് മൂടിയ ജയമോഹനും ശ്യാമയും ഇതൊന്നും അറിയാതെ കിടന്ന് ഉറക്കത്തിലേക്ക് വഴുതി വീണു. അവർക്കഭിമുഖമായി വെച്ചിരുന്ന കണ്ണാടിയിൽ കറുത്ത് ചീഞ്ഞളിഞ്ഞ ഒരു സ്ത്രീരൂപം തെളിഞ്ഞു വരികയും അവരെ തുറിച്ചു നോക്കുകയും ചെയ്തു. അതേസമയം ഇരുളിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരുന്ന സ്ത്രീരൂപം പെട്ടെന്ന് രൂപം മാറി ഭീകരമായ ഒരു കഴുകനായി മാറി.
കാടിനുള്ളിലൂടെ പറന്നു. ചിറകടി ശബ്ദം രാത്രിയുടെ മാറിൽ പ്രകമ്പനം സൃഷ്ടിച്ചു. കാടിലൂടെ സഞ്ചരിച്ച് കഴുകൻ മെയിൻ റോഡിലെത്തി. റോഡിലൂടെ ഇടയ്ക്ക് ചില വാഹനങ്ങൾ കടന്നു പോകുന്നു. ഓരോ വാഹനം കടന്നു പോകുമ്പോഴും കഴുകൻ ആർത്തിയോടെ അതിനുള്ളിലേക്ക് നോക്കിക്കൊണ്ടിരുന്നു. കുറച്ചു സമയത്തിനു ശേഷം ഒറ്റത്തിരിഞ്ഞ് ഒരു മോട്ടോർ സൈക്കിൾ വരുന്നത് കണ്ട് കഴുകൻ്റെ കണ്ണുകൾ തിളങ്ങി. കണ്ണുകൾ ചുവന്നു. അടുത്തെത്തിയതും കഴുകൻ മോട്ടോർ സൈക്കിളിന് നേരെ ചിറകടിച്ച് പറന്നു ചെന്നു. ഓടിച്ചിരുന്ന ആളിൻ്റെ നിയന്ത്രണം വിട്ട് അടുത്തുള്ള കലുങ്കിൽ ഇടിച്ച് തെറിച്ചു പോയി കാടിനുള്ളിലേക്ക് വീണു. ഓടിച്ചിരുന്ന ആളെ കൂടാതെ ഒരു സ്ത്രീയും കുഞ്ഞുമുണ്ടായിരുന്നു. കഴുകൻ അയാളുടെ കണ്ണിൽ ആഞ്ഞു കൊത്തി. അയാളുടെ നിലവിളി മുഴങ്ങി. അയാളുടെ നെഞ്ചിലേക്ക് കഴുകൻ്റെ ചുണ്ടുകൾ ആഴ്ന്നിറങ്ങി. ചോര വലിച്ചു കുടിച്ചു. നിമിഷങ്ങൾക്കുള്ളിൽ അയാൾ ഒരു അസ്ഥിപഞ്ജരമായി. നിലവിളിച്ചു കൊണ്ടിരുന്ന സ്ത്രീയുടെയും കണ്ണുകൾ കൊത്തിപ്പറിച്ചെടുക്കുകയും ചോര വലിച്ചു കുടിച്ച് അസ്ഥിപഞ്ജരാക്കുകയും ചെയ്തു. കഴുകൻ്റെ രൂപം മാറി മാംസങ്ങൾ വിണ്ടുകീറി ചീഞ്ഞളിഞ്ഞ ഒരു സ്ത്രീ രൂപമായി മാറി. മുരണ്ടുകൊണ്ട് സ്ത്രീ രൂപം അവിടെ പരതി നടന്നു. കുറ്റിക്കാട്ടിനിടയിൽ കിടന്നു കരയുന്ന കുഞ്ഞിനെ അഴുകിയ കൈകൊണ്ട് പൊക്കിയെടുത്തു. മെല്ലെ മെല്ലെ രൂപം മാറി ഒരു കടവാവലായി മാറി. കുട്ടിയെ കടിച്ചു പിടിച്ചുകൊണ്ട് ഇരുളിലൂടെ പറന്നു. അതേസമയം കൊട്ടാരത്തിലെ പൂജാമുറിയിൽ അർദ്ധനഗ്നരായി മുൻപിലുള്ള ഓട്ടുരുളിയിലെ മഷി വെള്ളത്തിലേക്ക് ഉറ്റുനോക്കിയിരുന്ന സ്വർണപ്രഭ കുഞ്ഞിനെ കടിച്ചു പിടിച്ചുകൊണ്ട് പറന്നു വരുന്നത് കാണുന്നുണ്ടായിരുന്നു. അവരുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിടർന്നു. നെറ്റിയിലെ വട്ട കുങ്കുമപ്പൊട്ട് വിയർപ്പിൽ ഒലിച്ചിറങ്ങി. എത്തി. വൃദ്ധൻ അകത്തേക്ക് വന്ന് പറഞ്ഞു. അണഞ്ഞ വിളക്കുകളൊക്കെ കൊളുത്തു. കുരുതി പലക വെച്ച് പട്ടുവിരിക്ക്. സ്വർണപ്രഭ ആജ്ഞാപിച്ചു. വൃദ്ധൻ ഉടൻ തന്നെ വിളക്കുകളൊക്കെ കൊളുത്തി കുരുതിപ്പലക വെച്ച് പട്ടു വിരിച്ചു. പുറത്തൊരു ചിറകടി ശബ്ദം മുഴങ്ങി. അന്തരീക്ഷത്തിൽ രക്തത്തിൻ്റെയും കരിഞ്ഞ മാംസത്തിൻ്റെയും ഗന്ധം പരന്നു. ചിറകടി വന്ന് മുറ്റത്ത് നിന്ന കടവാവൽ രൂപം മാറി ഒരു സ്ത്രീ രൂപമായി മാറി. സുന്ദരിയായ സ്ത്രീ രൂപം. കയ്യിൽ കുഞ്ഞിനെയും കൊണ്ട് കൊട്ടാരത്തിനകത്തേക്ക് നടന്നു. പൂജാമുറിക്ക് പുറത്തു വന്ന് നിന്നു. അകത്തു വന്ന് കുഞ്ഞിനെ കുരുതിപ്പലകയിൽ കിടത്തു. ശീഘ്രം. സ്വർണപ്രഭ പറഞ്ഞതും ആ സ്ത്രീ അകത്തു വന്ന് കുഞ്ഞിനെ കുരുതിപ്പലകയിൽ കിടത്തി. വൃദ്ധൻ വെട്ടിത്തിളങ്ങുന്ന ഒരു വാൾ കൊണ്ടുവന്ന് സ്വർണപ്രഭയുടെ കയ്യിൽ കൊടുത്തു. സ്ത്രീ രൂപം പുറത്തേക്ക് നടന്നു. കൊട്ടാരത്തിൻ്റെ പുറകിലേക്ക് നടന്നു. കുറ്റിക്കാടുകൾക്കിടയിൽ ഉയർന്നു നിൽക്കുന്ന ഒരു മൺകൂണിന് മുൻപിൽ നിന്നു. മൺകൂനയിലെ മണ്ണ് രണ്ടു വശത്തേക്ക് താനെ മാറുവാൻ തുടങ്ങി. അവസാനം ഒരു കുഴി രൂപപ്പെട്ടു. അതിൽ നിന്നും ഒരു ശവപ്പെട്ടി ഉയർന്നു വന്നു. മുകളിൽ വന്ന ശവപ്പെട്ടിയുടെ മൂടി തുറക്കപ്പെട്ടു. സ്ത്രീ രൂപം ശവപ്പെട്ടിക്കുള്ളിൽ കയറിക്കിടന്നു. മൂടി അടയ്ക്കപ്പെട്ടു. പെട്ടി താനെ കുഴിക്കുള്ളിലേക്ക് പോയി. നിമിഷങ്ങൾക്കുള്ളിൽ അതൊരു മൺകൂനയായി മാറി. വളരെ പഴയ ഒരു മൺകൂന. ചന്ദ്രനിലാവ് മങ്ങി. ഇരുളിന് കട്ടി കൂടി. ചെകുത്താൻ ഭാഗം ഒന്നിവിടെ അവസാനിച്ചിരിക്കുന്നു. ഭാഗം 2 നാളെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ എത്രയും വേഗം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. ഇനിയും പുതിയ പുതിയ കഥകളുമായി നിങ്ങളുടെ മുന്നിൽ നമ്മൾ വരുന്നതായിരിക്കും. അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എത്രയും വേഗം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോളൂ. അപ്പോൾ നാളെ ഭാഗം 2മായി കാണുന്നത് വരെ ഗുഡ് ബൈ.